കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. ആളുകളെ പരിഹസിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വയോധികനെ അപമാനിച്ചു വിട്ടതിനു ശേഷം ഇന്നിപ്പോൾ വീണ്ടും കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാൻ സഹായം തേടി വയോധികയെ പരിഹസിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ഇഡി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് തിരക്കെ തനിക്ക് പോകാൻ പറ്റില്ല എന്ന് വയോധിക പറഞ്ഞപ്പോൾ തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. നമുക്ക് ആദ്യം ആ പ്രതികരണം കേൾക്കാം. ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി ഇഡി പിടിച്ചെടുത്ത കാശ് ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും. ഇത് ഇഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാ പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട് കയറിട്ട് ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റി നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറഞ്ഞു, എന്നിട്ടത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഈ അധിക്ഷേപിക്കലും പരിഹസിക്കലും ഒക്കെ കാണാൻ തുടങ്ങിയിട്ട്, അതായത് എന്നാണോ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കാൽ വെച്ചത്, BJP-യിലേക്ക് അദ്ദേഹം കയറിയത്, അദ്ദേഹം ജനപ്രതിനിധിയായി നിന്നത്, അദ്ദേഹം രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും പോയത്, തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ടതിന് ശേഷവും അദ്ദേഹം തിരിച്ചു മണ്ഡലത്തിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറിയിട്ടുള്ളത്, ഏത് തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ സംസാര രീതി, അദ്ദേഹം എങ്ങനെയാണ് ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരോട് സംസാരിക്കുന്നത്, എന്ത് അധികാരത്തിലാണ്, എന്ത് തരത്തിലുള്ള അപമാനമാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് മനുഷ്യർക്ക് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ അത്ഭുതം സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നമുക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, ഇതിന്റെ ഒരു വാർത്താ പ്രാധാന്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ ഒരു കലുങ്ക് സംവാദം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പണ്ടുകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ വീണ്ടും എടുക്കുന്നു. ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ജനപ്രതിനിധി, ഇല്ലെങ്കിൽ ആളുകളെ കേൾക്കാൻ തയ്യാറാവുന്നു, ആളുകളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നു, ആളുകളുടെ പ്രശ്നങ്ങൾ അറിയാൻ തയ്യാറാവുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലൊരു കൗതുകം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ. പക്ഷേ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചെറിയൊരു ധാരണ, ഇല്ലെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുക എന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു നോട്ടത്തിൽ നിന്നാണ് ഈ രണ്ട് സംഭവങ്ങളും. പ്രധാനപ്പെട്ട അപമാനിക്കൽ, അതായത് രണ്ട് മനുഷ്യരെ എത്രത്തോളം അപമാനിക്കാമോ, അല്ലെങ്കിൽ രണ്ട് മനുഷ്യരോട് എത്ര മോശമായി പെരുമാറാമോ, അങ്ങനെ രണ്ട് സംഭവങ്ങളാണ്. ഇന്നത്തെ സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇതിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് ഈ കലുങ്ക് സംവാദമാണോ ഈ നടക്കുന്നത്, പരിഹാസ പരിപാടിയാണോ? അതായത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരുപാട് ഡയലോഗുകൾ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വിദ്വേഷം എന്തിലാണോ അതിനെക്കുറിച്ച്, ഇതെല്ലാം പറയാനുള്ള ഒരു വേദിയായിട്ടാണ് അതിനെ മാറ്റുന്നത്. അതിനെ ഒരു പരിഹാസ പരിപാടി എന്നാണോ, ഇല്ലെങ്കിൽ കലുങ്ക് സംവാദം എന്നാണോ വിളിക്കേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ വരുന്നുണ്ട്. ഈ കാര്യത്തിൽ, അതായത് ഈ പ്രധാനപ്പെട്ട ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് സംഭവങ്ങളിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ ഈ കലുങ്ക് സംവാദം പരിഹസിക്കാനുള്ള ഇടമാണോ എന്നുള്ള ചോദ്യം വരുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവം നമ്മൾ കണ്ടതാണ്. ചേർപ്പിൽ നടന്ന കലുങ്ക് ചർച്ചയ്ക്കിടെ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, അദ്ദേഹമാണ് സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു നിവേദനവും അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ടൊരു കാര്യവുമായി പോകുന്നത്. അപ്പോൾ തന്നെ സുരേഷ് ഗോപി നിരസിച്ചു. തന്റെ അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്
നിരസിച്ചത്. അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്, പിന്നെ എന്താണ് ഈ അധികാര പരിധിയിൽ വരുന്നത്? ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ പ്രയാസം, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട്, വീടുമായി ബന്ധപ്പെട്ടൊരു കാര്യം ജനപ്രതിനിധിയോട്, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെ കലുങ്കിൽ വന്നിരുന്ന ആളുകളെ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാളോടല്ലാതെ ആളോട് പറയണം എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ അധികാരപരിധിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചു വിടുകയായിരുന്നു. കേന്ദ്രമന്ത്രി ആ നിവേദനം നിരസിച്ചതിന് പിന്നാലെ നമ്മൾ കണ്ടതാണ് CPM ഈ കൊച്ചുവേലായുധനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്യുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിൽ വിശദീകരണം, മറ്റൊരു കാര്യം കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചു. ഈ കലുങ്ക് ചർച്ചയുമായിട്ട് ഏതാണ്ട് ഒരു 14 ജില്ലകളിലേക്കും അദ്ദേഹം പോകും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് എന്ന് പറയുന്നു. അത് ആർക്കും തടയാൻ കഴിയില്ലെന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ അവിടെയൊക്കെ കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തീപ്പന്തം, അദ്ദേഹം തീപ്പന്തം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു മിഷനെയാണ് അദ്ദേഹം തീപ്പന്തം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഈ തീഗോളം കെടുത്താമെന്ന് ഒരാളും വിചാരിക്കേണ്ട, അത് നടക്കില്ല, അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരത്ചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നായിരുന്നു ആ ഡയലോഗ്. അപ്പം ഇതൊക്കെ വോട്ടർമാർ എങ്ങനെ സഹിക്കുന്നു എന്നാണ് ആലോചിക്കുന്നത്. കാരണം അവരിത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ കലുങ്കിൽ പോയിരുന്നിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ക്യാരക്ടറിൽ നിന്നോ ഒരു സിനിമയിൽ നിന്നൊന്നും ഇറങ്ങി വരാൻ പറ്റാത്ത രീതിയിലാണ് സുരേഷ് ഗോപി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതും ആ ഭരത്ചന്ദ്രനൊക്കെ ആയിട്ടാണ് ഇപ്പോഴും ജനപ്രതിനിധി MP എന്നുള്ള നിലയിൽ ഇപ്പോഴും മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിലാണ് അത്ഭുതം തോന്നുന്നത്. ഈ സിനിമയൊക്കെ ഇതുവരെ ഇറങ്ങി പോന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വോട്ടർമാർ പോലും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ജനപ്രതിനിധിയെ ജനം തള്ളിപ്പറയില്ലേ, അതായത് ജനം തള്ളിക്കളയില്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. കാരണം ഇത്രയധികം സംഭവങ്ങൾ അവിടെയുണ്ടായി. നമുക്കറിയാം, അദ്ദേഹം, ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ, കേന്ദ്രമന്ത്രിയായതിനു ശേഷം, ഇല്ലെങ്കിൽ തൃശ്ശൂരിന്റെ MP ആയതിനു ശേഷം അദ്ദേഹം എത്ര തവണ തൃശ്ശൂരിലേക്ക്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് എത്തി. ആ മണ്ഡലത്തിലെത്തിയതിനു ശേഷം അദ്ദേഹം എങ്ങനെയാണ് ആളുകളുമായി ഇടപഴകിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ, അദ്ദേഹത്തിന്റെ മുന്നണിയിൽ തന്നെ പെടുന്ന ആളുകളുമായിട്ട് അദ്ദേഹം എങ്ങനെ സംവദിക്കുന്നു, അദ്ദേഹം ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ അതായത് മൊത്തത്തിൽ ജനപ്രതിനിധികൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന രീതി, രാഷ്ട്രീയത്തിന്റെ ഒരു രീതി, അതൊന്നും അദ്ദേഹം പാലിക്കുന്നില്ല. അദ്ദേഹം വളരെ ഒരു രാജാവിനെ പോലെ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന വോട്ടർമാർ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത്. കേന്ദ്രമന്ത്രിയായിട്ട് ഏതാണ്ട് 1.5 വർഷം പിന്നിട്ടു. കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ബജറ്റിലും, കേന്ദ്ര ബജറ്റിലും കേരളത്തിനോ ഇല്ലെങ്കിൽ തൃശ്ശൂരിനോ പദ്ധതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ കലുങ്കിന് ചുറ്റുമുള്ള ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. കാരണം ഇത്രത്തോളം ആളുകൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, ഉമ്മൻചാണ്ടി നടത്തിയ പരിപാടിയെ നമുക്കറിയാം. അദ്ദേഹം പോയിരിക്കുന്നു, ഒരു സ്ഥലത്ത് പോകുന്നു, അവിടേക്ക് ഇത്ര ആളുകൾ വിളിക്കുന്നു, അവരുടെ പരാതികൾ കേൾക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു MP വന്നിരിക്കുമ്പോൾ എത്രത്തോളം ആളുകൾ ഉണ്ടാവണം. അപ്പം ഈ യാഥാർത്ഥ്യമൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അദ്ദേഹം നടത്തുന്ന പരിപാടിയിലുള്ള ആളുകളുടെ എണ്ണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് എത്രത്തോളം പരാജയമാണ് എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് എന്നതുകൂടി മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, എയിംസിന് വേണ്ടി എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, സംസ്ഥാനം ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരാനാണ് താല്പര്യമെന്നും അതിന് സംസ്ഥാന സർക്കാരാണ് തടസ്സം നിൽക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് ഒരു 10 പേരെങ്കിലും വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ശ്രമവും അദ്ദേഹം നടത്തുന്നുണ്ട്, ഓരോ കലുങ്കിലിരുന്നു കൊണ്ടും. അപ്പൊ ഈ കേരളത്തോടുള്ള കേന്ദ്ര BJP സർക്കാരിന്റെ രാഷ്ട്രീയ വിദ്വേഷമൊക്കെയാണ് ഈ എയിംസ് വരാതിരിക്കാൻ തടസ്സമെന്ന് അറിയാത്തവരായി തൃശ്ശൂരിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അവർക്കിത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കലുങ്കിലേക്ക് മാറി മാറി ചെല്ലുമ്പോഴും ഈ ആളുകളുടെ എണ്ണം പകുതിയായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, മൂന്നാമത്തെ ചോദ്യം, തമ്പ്രാനാണോ മന്ത്രിയാണോ എന്നുള്ളതാണ്. അതിലിപ്പോഴും സംശയം മാറിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപിയുടേത് തമ്പ്രാൻ ശൈലിയിലുള്ളൊരു അവഹേളനപരമായിട്ടുള്ളൊരു നിലപാടാണ് എന്നതിൽ നമുക്കാർക്കും ഒരു തർക്കവുമില്ല. എന്നിട്ട് ഈ താൻ കാരണം വീട് ലഭിച്ചു എന്ന വിചിത്ര ന്യായം കൂടി അദ്ദേഹം ഇറക്കി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അവസാന പോസ്റ്റ് ഫേസ്ബുക്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് അദ്ദേഹം കാരണമാണ് ഈ വീട് കിട്ടിയത് എന്നത് കൂടിയുള്ള ക്രെഡിറ്റ് കൂടി എടുക്കുന്ന രീതിയിലാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പൊ തമ്പ്രാനാണോ മന്ത്രിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ വോട്ടർമാർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇനിയൊരു ജന്മം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ് ഈ കേന്ദ്രമന്ത്രി. രാജ്യത്ത് ഗോത്രവർഗ വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യട്ടെ എന്ന വിവാദ പ്രസ്താവന നടത്തിയ മന്ത്രിയാണ് സുരേഷ് ഗോപി. കുട പിടിക്കാത്തതും തൊട്ടാൽ അശുദ്ധമാകും എന്നൊക്കെയുള്ള പെരുമാറ്റവും തുടങ്ങി നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേന്ദ്രമന്ത്രിയുടെ ഈ തമ്പ്രാൻ കളി. അത് തൃശ്ശൂരിലെ ജനങ്ങൾ, തൃശ്ശൂരിലെ വോട്ടർമാർ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കുന്നുണ്ട്. അത് പുറത്തുള്ള ആളുകളല്ല, മറ്റു മുന്നണികളിലെയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെയോ ആളുകളല്ല, സ്വന്തം മുന്നണിയിൽ തന്നെയുള്ള ആളുകൾ, ഇല്ലെങ്കിൽ BJP-കാരായിട്ടുള്ള സംഘപരിവാറുകാരായിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി അത് മനസ്സിലാകുന്നുണ്ട് എന്നത് നമുക്ക്
ആ പാർട്ടിയിലെ തന്നെ നേതാക്കളുടെയും മറ്റണികളുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അടുത്ത ചോദ്യം, സൗഹൃദമെങ്കിൽ ഭീഷണി എന്തിന് എന്നുള്ളത്. അതായത് ഇതൊരു സൗഹൃദ സംവാദ പരിപാടി എന്ന രീതിയിലായിരുന്നു BJP അവതരിപ്പിച്ചത്. BJPക്ക് എന്താണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, എന്ത് നിർദ്ദേശത്തിലാണ് BJP അതുമായി മുന്നോട്ട് പോകുന്നത്, അതിൽ സുരേഷ് ഗോപിയുടെ റോൾ എന്താണ്, ഇനി സുരേഷ് ഗോപിയുടെ പ്ലാൻ ആണോ, ഇതൊന്നും നമുക്കറിയില്ല. തൃശ്ശൂരിൽ പല കാര്യങ്ങളിലും അതായത് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിൽ തന്നെയാണോ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, എന്ത് കാര്യം പറയാനാണ്, മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അദ്ദേഹം അങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിലുള്ള സംശയം ഇപ്പോഴും ഉണ്ട്. ഒരു ക്ലാരിറ്റി അതിൽ വരുത്തിയിട്ടില്ല. അദ്ദേഹം വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് വായിൽ തോന്നിയത് പറയുന്നു എന്നല്ല, അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് അത് ചില കാര്യങ്ങളല്ല, ചില ഭീഷണികളാണ്. തൃശ്ശൂരിൽ ഫോറൻസിക് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ കേന്ദ്രം പദ്ധതി പ്രഖ്യാപിച്ചിട്ടും അതിന് സ്ഥലം അനുവദിക്കുന്നില്ല എന്നൊരു ആരോപണം സുരേഷ് ഗോപി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ തൃശ്ശൂരിന് വേണ്ടി ആവശ്യപ്പെട്ട ഇല്ലെങ്കിൽ കൊണ്ടുവന്ന പദ്ധതി നടപ്പായില്ലെങ്കിൽ MK സ്റ്റാലിനുമായി സംസാരിച്ച് പൊള്ളാച്ചിയിലോ ഇല്ലെങ്കിൽ കമ്പം തേനിയിലേക്കോ ഒക്കെ കൊണ്ടുപോയി കൊള്ളാൻ പറയും എന്നൊരു ഭീഷണിയും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് കേരളത്തിന് കിട്ടേണ്ട പദ്ധതി ഇവിടെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി തമിഴ്നാട്ടിന് കൊണ്ടുപോയി കൊടുക്കും എന്നുള്ളൊരു ഭീഷണി. പക്ഷേ ഇത്തരം പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ബജറ്റിൽ എവിടെയും ഇതുവരെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, തൃശ്ശൂർ റൗണ്ടിൽ 7 അടി ഉയരത്തിൽ ഒരു നടപ്പാത സ്ഥാപിക്കാൻ തയ്യാറാണെന്നും അതിന് കോർപ്പറേഷൻ പദ്ധതി തയ്യാറാക്കി നൽകുന്നില്ല എന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് പറയുന്നത്? അതായത് ആ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പം ഈ പദ്ധതിയെക്കുറിച്ച് സുരേഷ് ഗോപി കോർപ്പറേഷനെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, നഗരത്തിലെ ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ചൂണ്ടൽ മുതൽ മണ്ണൂത്തി വരെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ ഒരു 3000 കോടി രൂപയുടെ പദ്ധതി, അത് കേന്ദ്ര സർക്കാരിനും സുരേഷ് ഗോപിക്കും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണ് ഈ നുണപ്രചാരണവും ഈ ഭീഷണിയും സുരേഷ് ഗോപി തുടരുന്നത്. മറ്റൊന്ന്, ഈ കലുങ്കിലിരുത്തം ഉദ്ദേശം എന്ത് എന്നുള്ളതാണ്. കലുങ്കിലിരുത്തത്തിന്റെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുമല്ല അദ്ദേഹത്തിന്റെ സംസാരം. പക്ഷേ BJPക്ക് മനസ്സിലായോ എന്നിടത്താണ് പ്രശ്നം. BJPക്ക് പോലും മനസ്സിലാകാത്ത കാര്യമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം സുരേഷ് ഗോപി ഈ നിവേദനം സ്വീകരിക്കാത്തതിനെ കുറിച്ചുള്ള ആ വിവാദത്തോട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്നുള്ള മറുപടിയായിരുന്നു BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം ഇന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വലിയ നേതാക്കളൊന്നും BJPയിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഘട്ടത്തിൽ. മറ്റൊന്ന്, ഈ കലുങ്ക് എല്ലാ ജില്ലകളിലും നടത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയെല്ലാം പോയി സഹായം ചോദിക്കുന്നവരോടും ആശങ്കകൾ അറിയിക്കുന്നവരോടും ഈ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന മറുപടി, അതായത് സിനിമാ സ്റ്റൈലിൽ നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അത് എങ്ങനെയാണ് അത് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ആ രീതിയിലുള്ള മറുപടി പറയുക, ആ മനുഷ്യരെ എല്ലാം വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിൽ ഇത്ര കാലമായിട്ടും ഒരു പ്രശ്നവും തോന്നാത്ത കേന്ദ്രമന്ത്രിയോട് ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പക്ഷേ അങ്ങോട്ട് പോയി പരിഹാസവും അപമാനവും ഏറ്റുവാങ്ങാതെ തന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇല്ലെങ്കിൽ ആശങ്കകൾ പങ്കുവയ്ക്കാൻ മറ്റു വഴികൾ വോട്ടർമാർക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് മുന്നിൽ തെളിയട്ടെ എന്ന് ആശംസിക്കാൻ